നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ അടുത്ത അതിമനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പുറകിൽ കാണുന്ന ഈ കെട്ടിടമാണ് വാസ്കോ ഡ ഗാമ കൊച്ചിയിൽ വന്നപ്പോൾ താമസിച്ച സ്ഥലമാണ്. ഫോർട്ട് കൊച്ചിയിൽ താമസിച്ച സ്ഥലമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പരികർമ്മിക്ക് സൗജന്യമായി കൊടുത്തിട്ടാണ് അദ്ദേഹം യാത്രയായത്. ആ കെട്ടിടം ഇപ്പോൾ ഒരു ഹോം സ്റ്റേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കെട്ടിടത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിഗ് ബി എന്ന മമ്മൂക്കയുടെ സിനിമയിൽ മമ്മൂക്കയുടെ വീടായിട്ട് ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണ് നമ്മുടെ പിറകിൽ കാണുന്നത്. ഒരു പക്ഷേ ആ സീനുകളൊക്കെ ഓർമ്മ വരും. അവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഒരു മതിൽ കെട്ടി അടച്ചു എന്നുള്ളതേ ഉള്ളൂ. ആ കെട്ടിടം ഈ ഒരു സിനിമ മാത്രമല്ല, പല സിനിമകളിലും ഈ കെട്ടിടം നമ്മൾ കണ്ടിട്ടുണ്ടാവണം. ഇതാണ് വാസ്കോ ഡ ഗാമ മുൻപ് ഫോർട്ട് കൊച്ചിയിൽ വന്നപ്പോൾ താമസിച്ച സ്ഥലം. ഈ വാസ്കോ ഡ ഗാമ താമസിച്ചിരുന്ന ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് വരുന്നത്. ആ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോ ഡ ഗാമയെ അടക്കിയത്. നമ്മൾ ഈ വാസ്കോ ഡ ഗാമയുടെ വീട് കാണാൻ വന്നപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്താണ് ഒരു പോസ്റ്റ് ഓഫീസ്. ആ കാലത്ത് തുടങ്ങിയ ഇതാണ് ഈ പോസ്റ്റൽ സംവിധാനങ്ങൾ എന്ന് വിശ്വസിക്കുന്നു. ഈ പച്ച കളർ പോസ്റ്റ് ബോക്സുകൾ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അന്നത്തെ പോസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് കോൺക്രീറ്റിൽ നിർമ്മിച്ച പച്ച കളർ അടിച്ച പോസ്റ്റ് ബോക്സാണ്. അത് ഇന്നും ഇവിടെ പ്രിസർവ് ചെയ്യുന്നത്. അത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരും. വാസ്കോ ഡ ഗാമ താമസിച്ച വീടിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. ഇതാണ് അന്ന് തുടങ്ങിയ പോസ്റ്റൽ സംവിധാനം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. 1817 കാലഘട്ടങ്ങളിലാണ് തുടങ്ങിയെന്നാണ് വിശ്വസിച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് അന്നത്തെ പോസ്റ്റ് ബോക്സ്. ഇതാണല്ലോ നമ്മൾ കണ്ട് പഴകിയ പോസ്റ്റ് ബോക്സുകൾ. നമ്മൾ ഇവിടെ വരുമ്പോൾ ഇത് രണ്ടും കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം. ആദ്യമായിട്ടുണ്ടാക്കിയ പോസ്റ്റ് ബോക്സുകളും പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടു പഴകുന്ന പോസ്റ്റ് ബോക്സുകളും. അപ്പോൾ ആ കൊളോണിയൽ കാലഘട്ടത്തിലാണ് ഈ പോസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനവും ആരംഭിച്ചത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാസ്കോ ഡ ഗാമ താമസിച്ചിരുന്ന വീടിന്ന് നമ്മൾ ആ സ്ട്രീറ്റിലൂടെ നടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പല പല കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 1740 നിർമ്മിച്ചതാണെന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർട്ട് കൊച്ചിയിൽ അവരുടെ ആസ്ഥാനമായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഈ റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് വിദേശികൾ ഇവിടെ ഇൻവേഡ് ചെയ്ത സമയത്ത് ഉണ്ടാക്കിയിരുന്ന ചേഞ്ചസ് നമുക്കിവിടെ കാണാൻ കഴിയും. കെട്ടിടത്തിലായിരുന്നാലും മാത്രമല്ല, ഒരുപാട് വിദേശികൾ ഇവിടെ വരുന്നുണ്ട്. ഡച്ചുകാരായിരുന്നാലും പോർച്ചുഗീസുകാരായിരുന്നാലും ഇംഗ്ലീഷുകാരായിരുന്നാലും അവരുടെ പൂർവികരുടെ സ്ഥലമാണെന്ന് ഓർമ്മയോടുകൂടി തന്നെ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അവരുടെ സ്വന്തം സ്ഥലം പോലെയാണ് അവർ ഇവിടെ ഇപ്പോഴും ആസ്വദിച്ച് നടക്കുന്നതും കാണാൻ പറ്റും. കുറേ ആൾക്കാർ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരുമുണ്ട്. അവരുടെ പരമ്പരാഗതമായിട്ട് താമസിക്കുന്ന ആൾക്കാരുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഹോം സ്റ്റേകളെല്ലാം പ്രിഫറൻസ് കൊടുക്കുന്നത് ഫോറിൻ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.
നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ബ്രിട്ടീഷുകാരാണ് വന്ന് ഇവിടെ പല പല വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെന്ന്. അതിനു മുമ്പ് ഡച്ചുകാർ വന്ന് ഉണ്ടാക്കിയ കെട്ടിടത്തിലാണ് പിൽക്കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഓഫീസായി ഉപയോഗിച്ചതും. ഡച്ചുകാർ ഈ ബിൽഡിങ്ങിന് ഉപയോഗിച്ചിരുന്നത് അവരുടെ കോയിൻ മേക്കിംഗ് ഫാക്ടറി ആയിട്ടാണ്. ഇത് നമുക്കൊരു ഗ്രൗണ്ടായിട്ടാണ് തോന്നുന്നത്, അല്ലേ? ഗ്രൗണ്ടാണ്, ഇത് ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് പോലെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്രൗണ്ടിൻ്റെ പേര് പരേഡ് ഗ്രൗണ്ട് എന്നാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇവിടെ വ്യാപാരത്തിനായിട്ടാണ് വന്നതെങ്കിലും അത് കഴിഞ്ഞപ്പോൾ അവർ നമ്മളുടെ അധികാരം പിടിച്ചെടുക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ആർമിയും അവർക്ക് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ആർമി ഉണ്ടാക്കി കാണുമല്ലോ ഡെഫിനറ്റായിട്ട്. അപ്പോൾ ആ സമയത്ത് അവരെല്ലാം പരേഡ് ചെയ്തിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അതും ഈ വാസ്കോ ഡ ഗാമയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് സുനാമി വന്നപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയുടെ ആ ഏരിയയിൽ കുറച്ച് സ്ഥലം കുറഞ്ഞു സുനാമി വന്നതിന് ശേഷം. അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ വരുന്ന സമയത്ത്, ഇപ്പോൾ കാർണിവലെല്ലാം നടക്കുന്നത് ഇവിടെയാണ്, ആ സമയത്ത് ഇവിടെ വലിയ തിരക്കായിരിക്കും. ഫോർട്ട് കൊച്ചിയുടെ കാർണിവലും ഇപ്പോൾ ഇവിടെ നടക്കുന്നു. പക്ഷേ ഇതിൻ്റെ പേര് പരേഡ് ഗ്രൗണ്ട് എന്നാണ്. അതുണ്ടായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ കച്ചവടത്തിന് വന്നിട്ട് അവരിവിടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ ആർമിയെ ഉണ്ടാക്കിയ സ്ഥലം കൂടിയാണ് ഈ ഗ്രൗണ്ട്. നമ്മളിവിടെ നിന്ന് തൊട്ടടുത്താണ് ഡച്ച് സിമെട്രി ഉണ്ട്. ഡച്ച് സിമെട്രി എന്ന് പറയുന്നത് സാധാരണ സിമെട്രികളിൽ നിന്നും വ്യത്യസ്തമാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നമ്മൾ അതും കണ്ടിട്ടാണ് പോകുന്നത്. മാത്രവുമല്ല, ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഇതിൻ്റെ അടുത്താണ്. അതും ഒന്ന് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് 1817 സ്ഥാപിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇന്നും ഇത് റണ്ണിങ് ആണെന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. അന്നുണ്ടാക്കിയ കെട്ടിടം അതേപോലെ അവർ പ്രിസർവ് ചെയ്തിട്ട് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഇന്ത്യയിലെ രണ്ടാമത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുമാണിത്. നമുക്കിതിനകത്ത് കയറാൻ നോക്കിയതാണ്, പക്ഷേ സ്കൂൾ നടക്കുകയാണ് ഇപ്പോൾ. എന്നാലും ഇവിടെ വരുമ്പോഴുണ്ടല്ലോ 1817 ആ ഒരു കാലഘട്ടത്തിൽ ആദ്യമായി ഒരു സ്കൂളുണ്ടാകുകയും പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ആവേശവുമൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ കഴിയും. നമുക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാം അന്നത്തെ അതേ കെട്ടിടം അതേപോലെ പ്രിസർവ് ചെയ്യുന്നു. മാത്രമല്ല കൊച്ചുകുട്ടികളുടെ ബഹളമൊക്കെ കേൾക്കാം അകത്തും. ഇപ്പോഴും ഇത് ഫങ്ഷനിങ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. യഥാർത്ഥത്തിൽ ഫോർട്ട് കൊച്ചിയിൽ വന്നപ്പോൾ മനസ്സിലായത്, ഈ ഫോർട്ട് കൊച്ചി നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് തന്നെ ഇവിടെ കറങ്ങി നടക്കേണ്ടി വരും. സാധാരണ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമല്ല ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. കാരണം ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ സ്ട്രീറ്റാണ്. അവർ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ വന്നിട്ട് അവർ മാരേജൊക്കെ ചെയ്തിട്ട് ഇവിടെ കഴിഞ്ഞ ഒരു സ്ട്രീറ്റാണ്. മാത്രമല്ല, ഈ ബിൽഡിങ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാവും പല സിനിമകളിലും പാട്ട് സീനുകളിലും. പിന്നെ കമ്മത്താൻ കമ്മത്ത് എന്ന് പറയുന്ന സിനിമ ഇവിടെയാണ് എടുത്തത്. ഗ്രാമഫോൺ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ നായികയുടെ വീടായിട്ട് എടുത്ത ഇതാണ്. കമ്മത്താൻ കമ്മത്തിൻ്റെ റെസ്റ്റോറൻ്റ് എല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. മാത്രമല്ല, ഇപ്പോഴും പല പാട്ട് സീനുകളിലും പല സിനിമകളുടെ പാട്ട് സീനുകളിലും ഈ സ്ട്രീറ്റ് അവർ ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ നമുക്ക് ചുറ്റി നടന്ന് കാണുന്നതാണ് ഏറ്റവും എളുപ്പമെന്നത്. എല്ലാ സ്ട്രീറ്റുകൾക്കും അതിൻ്റേതായ വ്യത്യാസവും ഒരു പക്ഷേ നമുക്ക് ആ കെട്ടിടങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം കംപ്ലീറ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഒരു ഫോറിൻ ആർക്കിടെക്ചറിൻ്റെ എല്ലാ വ്യത്യാസങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും.
നമുക്ക് ഈ ആംഗ്ലോ ഇന്ത്യൻ സ്ട്രീറ്റിൽ വരുമ്പോൾ ഇതിൻ്റെ കെട്ടിടങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കുന്നുണ്ട്. ഇതും ഒരു ഹോം സ്റ്റേ ആയിട്ടാണ്, ഇപ്പോൾ മിക്ക കെട്ടിടങ്ങളും ഒരു ഹോം സ്റ്റേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ചോദിച്ചു എത്രയാണ് അവർ ചാർജ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് 3000 റുപ്പീസാണ് പെർ നൈറ്റിന് അവർ ചാർജ് ചെയ്യുന്നത്. അത് വളരെ റീസണബിളായിട്ട് തോന്നുന്നു ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോഴുണ്ടല്ലോ. അപ്പോൾ ഈ സ്ട്രീറ്റുകളിലൊക്കെ വന്നിട്ട് നമുക്കൊരു ദിവസമൊക്കെ താമസിച്ചിട്ട് നമുക്ക് ആ സിനിമയിലൊക്കെ കണ്ട ഒരു ഫീല് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഞാൻ UK താമസമായിട്ട് 10-40 വർഷത്തിന് പുറത്തായതാണ്. പക്ഷേ ഇവിടെ കൊച്ചിയിൽ ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരു പോർച്ചുഗലിലൊക്കെ പോയ ഒരു ലക്ഷണമാണ് കാണുന്നത്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആംഗ്ലോ ഇന്ത്യൻസ് താമസിക്കുന്ന സ്ട്രീറ്റാണെന്ന് പറഞ്ഞില്ലേ. ഇത് പല വീടുകളും ഇപ്പോൾ ഹോം സ്റ്റേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇപ്പോഴും ഈ വീടൊക്കെ ഇവിടെ സ്ഥിരം അവർ താമസിക്കുന്ന വീടുകളാണ്. ആംഗ്ലോ ഇന്ത്യൻസ് താമസിക്കുന്ന വീടുകളാണ്. നമുക്ക് കാണാം ഈ കുറേ ചെടികളൊക്കെ പുറത്ത് വെച്ച് പിടിപ്പിക്കുകയും അവരിവിടെ സ്ഥിരമായിട്ട് ഇപ്പോഴും താമസിക്കുന്നതാണ്. ഇത് ഹോം സ്റ്റേ ഒന്നുമല്ല, അവരുടെ വീടാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ ഇൻസൈഡ് റോഡുകളിലൂടെ ഒരു വാക്കിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ കൊളോണിയലിസം ജീവിതത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്നും പ്രിസർവ് ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയും. സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ ബാക്കിലായിട്ട്, അതായത് വാസ്കോ ഡ ഗാമ താമസിച്ചിരുന്ന ആ വീടിൻ്റെ പുറകിലുള്ള സ്ട്രീറ്റുകളാണ് ഈ കാണുന്നത്. പീറ്റേഴ്സ് എല്ലി സ്ട്രീറ്റ് കാണാൻ കഴിയും. അവിടെ വന്നു കഴിഞ്ഞാൽ പ്രിൻസസ് സ്ട്രീറ്റ് ഉണ്ട്. ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബർഗർ സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ കൊളോണിയലിസത്തിൻ്റെ ഒരു ഫീൽ നമുക്കിവിടെ കിട്ടാൻ കഴിയും. നമ്മളുടെ ഈ കെട്ടിടങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെയും നമ്മൾ കേരളത്തിലോ കൊച്ചിയിലോ നിൽക്കുന്ന ഒരു ഫീലല്ല ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ആംഗ്ലോ ഇന്ത്യൻസ് താമസിക്കുന്നു. മാത്രമല്ല, വിദേശികൾ ധാരാളം ഇവിടെ വന്നിട്ട് ആ പല വീടുകളിലും ഹോം സ്റ്റേ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ എത്ര കാശ് കൊടുത്തും അവരുടെ ഒരു സമയത്ത് കൊളോണിയലിസത്തിൻ്റെ ഒരു അയവിറക്കാൻ വേണ്ടി തന്നെ താമസിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ഈ സ്ട്രീറ്റിൽ വന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം കാണാൻ കഴിഞ്ഞു. ഇത് കാണാമല്ലോ, ഹൗസ് ഓഫ് യേശുദാസ് എന്നാണ്. ഇത് യേശുദാസിൻ്റെ വീടായിരുന്നു. അദ്ദേഹം ഇത് വിറ്റ സമയത്ത്, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് എത്ര മോഡിഫൈ ചെയ്താലും എന്തൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കിയാലും അദ്ദേഹത്തിൻ്റെ അമ്മ നട്ട ഒരു മാവുണ്ട്, അത് മുറിക്കാൻ പാടില്ല എന്നുള്ള എഗ്രിമെൻറ്റോടു കൂടിയാണ് ഈ ബിൽഡിങ് വിറ്റത്. അപ്പോൾ നമുക്ക് ആ മരം നമുക്കിപ്പോഴും കാണാൻ കഴിയും. അകത്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും മാങ്ങ പിടിച്ച് നിൽപ്പുണ്ട്. ഈ കെട്ടിടത്തിനകത്താണ് ആ മാവ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാവ് നിൽക്കുന്നത് ഇതിനകത്താണ്, ഈ കെട്ടിടത്തിനകത്താണ്. ഈ ഇവിടെ മുകളിലെല്ലാം അവരെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഹോളൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെയാണ് വെള്ളം ഒഴിക്കുകയും ഈ മാവ് പൊട്ടിച്ച് വളരുകയും ചെയ്യുന്നത്. നമുക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ കൈകൊണ്ട് മാങ്ങ പറിക്കാം. ഈ ബിൽഡിങ്ങിനകത്താണ് നിൽക്കുന്നത്. അതന്ന് യേശുദാസ് ചെയ്ത ഒരു വലിയ
കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അമ്മ നട്ട മാവ് ഇപ്പോഴും ഈ കെട്ടിടത്തിന് ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഹോം സ്റ്റേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൾക്കാർക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം, യേശുദാസിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ ഒരു താമസ സ്ഥലമായിട്ടും ഉപയോഗിക്കാം ഇത്. യഥാർത്ഥത്തിൽ ഈ മാവുണ്ടല്ലോ ഈ കെട്ടിടത്തിനകത്തുകൂടെ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുകയാണെന്ന് തന്നെ പറയാം. ഇതിപ്പോൾ നമ്മൾ മുകളിൽ അവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. അവിടെ വന്നാലും ഇപ്പോൾ താഴെ നിന്ന് നമുക്ക് കാണാം ഈ മാവ് ഇവിടം വരെയും ഇതിൻ്റെ മുകളിലോട്ടും പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാം കറക്റ്റ് ഇത് മുറിക്കാതെ ഈ വിൻഡോയുടെ അകത്തൂടെയൊക്കെ പോയി മുകളിലോട്ട് പോയിരിക്കുകയാണെന്നുള്ളതാണ്. നമുക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കൈകൊണ്ട് മാങ്ങ പറിക്കാൻ പറ്റും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയുടെ സൺസെറ്റ് പോയിൻറ്റിൻ്റെ ബാക്കിലാണ്. അവിടെയാണ് 1724 ഒരു ഡച്ച് സിമെട്രി ഉണ്ട്. ഈ സിമെട്രി നമ്മളൊന്ന് വന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ ചെയ്തിരിക്കുന്ന ടോംസൊക്കെ ഉണ്ടല്ലോ വളരെ വ്യത്യസ്തമാണ്. അതായത് നമ്മൾ നോർമൽ കാണുന്ന ടോംബുകളെല്ലാം സാധാരണ കിടത്തി അങ്ങനെ സ്ലീപ്പിംഗ് മോഡിലാണല്ലോ ടോംബുകൾ ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ നമ്മൾ കാണുന്ന കണക്കുള്ള ടോംസും ഉണ്ട്, കൂടാതെ ഇരുത്തി ഉള്ള ടോംസ് ഉണ്ട്, ഫുൾ നിന്നുകൊണ്ടുള്ള ടോംസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ പല സിനിമകളിലും നമ്മളിത് കണ്ടിട്ടുമുണ്ട്. ഈ ബോഗൻ വില്ല എന്ന് പറഞ്ഞൊരു സിനിമ ഈ അടുത്ത സമയത്ത് ഉണ്ടായിരുന്നില്ല, അതിലെ പാട്ട് സീൻ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളും പലരും വരുമ്പോഴത്തേക്ക് മിസ്സായി പോകാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പ്രത്യേകിച്ച് പറയുന്നത് ഇതെല്ലാം ഒരു അടുത്തടുത്ത് തന്നെയാണ്. നമുക്ക് കുറച്ചുള്ളിലേക്ക് കയറണമെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ വരുന്നത് ഫോർട്ട് കൊച്ചിയുടെ സൺസെറ്റ് പോയിൻറ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഡച്ച് സിമെട്രിയുടെ പ്രത്യേകത. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1724 ഇത് നിർമ്മിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല സിമെട്രികളും കാണാറുണ്ടല്ലോ, പുതിയ ഗ്രാനൈറ്റിലുണ്ടാക്കിയ ഭയങ്കര പോഷായിട്ടൊക്കെ ഉണ്ടാക്കിയ പല സിമെട്രികളും ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുന്ന കാണാം. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ 1724 സിമെട്രികൾ എന്ന് പറയുന്നത് ഇന്നും വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുകയും ഇനിയും 100 കണക്കിന് വർഷങ്ങൾ ഇതേപോലെ പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതുമാണെന്ന് നമുക്കിവിടെ വന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ സിമെട്രിയിൽ വന്നപ്പോൾ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത്, എല്ലാ സിമെട്രിയിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് കാണാൻ പറ്റും, കുരിശ് കാണാൻ പറ്റും. പക്ഷേ ഈ ഡച്ച് സിമെട്രിയിൽ ഇവിടെ എങ്ങും ഒരു കുരിശ് കാണാനേ കഴിയുന്നില്ല. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ നമുക്ക് ഫോർട്ട് കൊച്ചിയുടെ
ബീച്ചിലെത്താൻ പറ്റും. നല്ലൊരു സാൻഡ് ബീച്ചാണ്. നമുക്കിവിടെ കാണാവുന്ന പോലെ വൈകുന്നേരത്ത് ആൾക്കാർ വന്നിരുന്ന് റിലാക്സ് ചെയ്യുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ബീച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നമുക്ക് വെമ്പനാട്ട് കായലിൻ്റെ ഭംഗി ആസ്വദിക്കാം. അവിടെ വേണേൽ ചെറിയ ബോട്ട് റൈഡ് എടുക്കാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീ സൈഡിൽ വരാം. നമ്മൾ ഈ പുറകിൽ കാണുന്ന പോലെ വലിയ വലിയ ഷിപ്പുകൾ വരുന്ന സ്ഥലം കൂടിയാണിത്. ഈ കണ്ടെയ്നർ വരുന്ന സ്ഥലങ്ങളുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണ് കണ്ടെയ്നർ ലോറികളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളും. അങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയും. ഒന്ന്, ഹോളിഡേക്ക് പറ്റിയ സ്ഥലം. രണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഹബ്ബായിട്ടും നമുക്ക് ഇതിനെ കാണാൻ പറ്റും ഒരേ സമയം. തുടർച്ചയായി 3 യൂറോപ്യൻ രാജ്യങ്ങളുടെ കൊളോണിയൽ ഭരണം നടന്ന സ്ഥലമാണ് ഈ ഫോർട്ട് കൊച്ചി. അത് ഒരു വലിയ പ്രത്യേകതയാണ്. 160 വർഷം പോർച്ചുഗീസുകാർ ഇവിടെ ഭരിച്ചു. അന്ന് അവരുണ്ടാക്കിയ പള്ളികളും മറ്റ് സ്ഥലങ്ങളും അതിനുശേഷം വന്ന ഡച്ചുകാർ ഇടിച്ചു കളഞ്ഞു എന്നുള്ളതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങളും അവരിടിച്ചു കളഞ്ഞിട്ട് ഡച്ചുകാരുടെ ഒരു കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 112 വർഷം കഴിഞ്ഞ് ഡച്ചുകാരുടെ ഭരണം കഴിഞ്ഞപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാരാണ് വന്നത്. അതിനുശേഷം 1947 വരെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 യൂറോപ്യൻ ശക്തികളുടെയും ഭരണം ഇവിടെ അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകത ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലവും നിങ്ങൾ പോയി സന്ദർശിക്കുമ്പോൾ അത് മനസ്സിലാവും അതിൻ്റെ കൊളോണിയൽ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഫോർട്ട് കൊച്ചിയിൽ വന്നപ്പോൾ നമ്മൾ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചും വാസ്കോ ഡ ഗാമയുടെ കാര്യമെല്ലാം പറഞ്ഞല്ലോ. അതുപോലെ ഒരു പ്രാധാന്യം അറിയിക്കുന്നതാണ് ചൈനീസ് വ്യാപാരികൾ ഇവിടെ ഒരു സമയത്ത് ശരിക്കും വ്യാപാരം ചെയ്തിരുന്നു. ആ സമയത്താണ് ഇവിടുത്തെ ചൈനീസ് ഫിഷിംഗ് നെറ്റുകൾ ഇത്രയും സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയുന്നു. നമുക്ക് ഈ സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ചൈനീസ് ഫിഷിംഗ് നെറ്റ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. ഫോർട്ട് കൊച്ചിയിൽ ഈ കടലിൻ്റെ തീരത്തൂടെ ആളുകൾക്ക് നടക്കാനും വന്നിരിക്കാനും ഒക്കെ ഉള്ള നല്ല കോൺക്രീറ്റ് ഇട്ട സ്ഥലമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് വാക്കിന് പോകണമെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഈ സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കടലിൻ്റെ നല്ലൊരു ബ്രീസും കിട്ടും, ഒരു മനസ്സിനൊരു ശാന്തിയും കിട്ടും. ഇത്തരം ആൾക്കാരെ കാണുകയും ചെയ്യാം. ഇനി വേറൊരു സ്ഥലമുണ്ട്, അവിടെ ഈവനിങ്ങിൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണെന്ന് പറയുന്നത്. അങ്ങോട്ട് വന്ന് പോകണമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷിപ്പുകൾ വന്ന് അടിക്കാനുള്ള സ്ഥലം, നങ്കൂരമിടാനുള്ള സ്ഥലം കൂടെ ആയതുകൊണ്ട് കടലിൻ്റെ വേവ്സിന് വേറൊരു ആംഗിളിലാണ് വരുന്നത്. ഇപ്പോൾ നേരെ ഇങ്ങോട്ട് വരെയല്ല, ഈ സൈഡിലോട്ടൊക്കെ പോയിട്ട് പല സൈഡിൽ നിന്നും തിര വരുന്നതായിട്ട് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയും. പതിനാലാം നൂറ്റാണ്ടിൽ ചൈനീസ് വ്യാപാരികൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫിഷിംഗ് മെത്തേഡാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്ന ചീനവലകൾ എന്ന് പറയുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് തന്നെ തടികളാണ് നമ്മൾ താഴെ നാട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒരു ലിവറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് വൈകുന്നേരങ്ങളിലാണ് ഇത് ശരിക്കും ഇതിൻ്റെ പ്രവർത്തനം കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ ലൈറ്റും ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ആ ലൈറ്റ് കൊണ്ട് അട്രാക്റ്റ് ചെയ്യുന്ന മീനുകളാവണം ഇതിൽ വന്ന് പെടുന്നത്. 2 സമയത്താണിത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടു. ഒന്ന് രാവിലെയും നേരം പുലർച്ചെ സമയത്തും, ഒന്ന് വൈകുന്നേരങ്ങളിൽ ഈവനിങ്ങിൽ ചെറിയ ലൈറ്റും ഒക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം. നമുക്കിവിടെ കാണാൻ കഴിയുന്ന കണക്ക് 100 കണക്കിന് ചൈനീസ് നെറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അന്ന് മുതൽ ഇത് ഇന്നും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ കാണുന്നില്ല. മറ്റ് രാജ്യങ്ങളിലൊന്നും ഇത് ഉള്ളതായിട്ട് അറിയത്തുമില്ല. ഒരുപക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫിഷിംഗ് സംവിധാനം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഈ ഫോർട്ട് കൊച്ചിയും പരിസരവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ ആലോചിക്കുന്നതാണ് എത്ര മനോഹരമായിരിക്കുന്നു, എത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇവിടെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈവനിങ്ങോ 2 ഈവനിങ്ങോ ഒക്കെ ഇവിടെ വന്നിരുന്നിട്ട് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റും. ഇവിടുത്തെ ഈ ഫെറി സർവീസ് ഉണ്ടല്ലോ, അത് റിയലി ഒരു ആഘോഷമാണ്. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഈവനിങ്ങിൽ അവർ നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണു. അതിനകത്ത് ഡിന്നറും ഡാൻസും ഡിസ്കോയും ഒക്കെ ഉള്ള വലിയ വലിയ ക്രൂസ് ഷിപ്പുകളാണ് പോകുന്നത്. അതിൽ പോയി കഴിഞ്ഞാൽ കടലിൻ്റെ ഉള്ളിൽ പോകുന്നു, അവിടെ നമ്മൾ സൺസെറ്റ് കാണുന്നു. അത് കഴിഞ്ഞ് ഡിന്നറും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മൾ രാത്രി ലേറ്റായിട്ട് തിരിച്ചിവിടെ വരുന്നു. അതും ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞങ്ങൾ ഏതായാലും കൊച്ചിയുടെ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്.